ഷാജിയുടെ മകൻ സാജൻ ഈ ചർച്ചിന്റെ ഭാഗമായി ഉണ്ടായിരുന്നപ്പോൾ അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെയും മറ്റും ഫോട്ടോ എടുത്ത് അത് മോർഫ് ചെയ്ത് ഉപയോഗിച്ചു എന്നൊരു ആരോപണമാണ്. ഇയാൾക്കെതിരെ പോക്സോ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ. പക്ഷെ മതിയായ തെളിവുകളില്ലാതെ കേസെടുക്കാനാകില്ല എന്നൊരു നിലപാടിലാണ് പോലീസ്. ഇതിലുള്ള പ്രതിഷേധമാണ് ഇവർ അറിയിക്കുന്നത്. തെളിവില്ലാത്തൊരു ആരോപണത്തിന് കേസെടുത്ത് റിമാൻഡിൽ ഒരാളെ അയക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം വന്നത്. ഈ സമയത്തേക്കാണ് ഷാജിയുടെ ബന്ധു വിപിൻ കാറുമായി അവിടെ എത്തിയത്. വിപിന്റെ കാറാണ് ഇപ്പോൾ ഈ കാറിന്റെ ചില്ലുകളാണ് ഇപ്പോൾ അടിച്ച് തകർത്തിരിക്കുന്നത്. കൂടുതൽ പോലീസ് സംഘം അവിടേക്ക് എത്തിയതിനു ശേഷമാണ് ഇവരെ അകത്തേക്ക് മാറ്റിയത്. വിപിനും മർദ്ദനമേറ്റിട്ടുണ്ട്. ഇപ്പോൾ കേട്ടത് കേരളത്തിലെ പ്രമുഖ മാധ്യമ ചാനലായ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. മുരിയാട് എംപറർ ഇമ്മാനുവൽ ധ്യാന കേന്ദ്രത്തിന് മുൻപിൽ സംഘർഷം എന്ന രീതിയിലാണ് ഏഷ്യാനെറ്റ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഈ വാർത്ത കണ്ടാൽ എംപറർ ഇമ്മാനുവൽ സഭക്കാർ ഇങ്ങനെ ഒരു കലാപം സൃഷ്ടിക്കാൻ തുടരെ ശ്രമിക്കുന്നതായും പോക്സോ കേസിലെ പ്രതി ഉൾപ്പെടുന്ന മറുഭാഗം ഞങ്ങൾ ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന വിശുദ്ധരായുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പുറം ലോകം അറിയരുത് എന്ന് പലരും ആഗ്രഹിച്ച തെളിവുകൾ വാർത്താ മലയാളം ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഈ വാർത്തയിൽ പ്രതിഷേധം നടത്തിയ ആളുകളുടെ അടുത്തേക്ക് കാറുമായി വന്ന വിപിൻ എന്ന വ്യക്തിയെ ഒരു പ്രകോപനവുമില്ലാതെ സമരാനുകൂലികൾ ആക്രമിക്കുകയും കാറ് തല്ലി പൊളിക്കുകയും പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ വാർത്തയിൽ വിശുദ്ധനായി ചിത്രീകരിച്ച അതേ വിപിന്റെ യഥാർത്ഥ മുഖമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സമരാനുകൂലികളുടെ ഇടയിലേക്ക് കാറിൽ വന്നിറങ്ങുന്ന വിപിൻ കത്തിയുമായി പുറത്തിറങ്ങുന്നു. അവിടെയുള്ള ഒരു സഭാവിശ്വാസിയുടെ കഴുത്തിന് ആഞ്ഞു കുത്തുന്നു. വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ. അദ്ദേഹം കൈകൊണ്ട് തടഞ്ഞതുകൊണ്ട് കുത്ത് കൈക്കാണ് കൊണ്ടത്. അതിനുശേഷം കൂടി നിന്ന മറ്റു ചിലർക്കും കൈയിലും കാലിലും ഇയാളുടെ കുത്തേറ്റു. പോലീസും ഈ പ്രമുഖ മാധ്യമവും മുക്കിയ ഈ ദൃശ്യങ്ങൾ കൃത്യസമയത്ത് മറ്റൊരാൾക്ക് പകർത്താൻ സാധിച്ചതുകൊണ്ട് സത്യം പുറത്തു വന്നു. കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വിപിൻ ഇതിൽ കത്തിയെടുത്ത് കുത്തുന്നത് എന്ന് വ്യക്തമായി നമുക്ക് കാണാം. എന്നിട്ടാണ് പോലീസ് പറയുന്നത് ഇതിന് തെളിവില്ല, കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്ന്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം.